ഹലോ കുട്ടികളെ, അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് +1 ഇംഗ്ലീഷിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഐ വിൽ ഫ്ലൈ ബൈ ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും പ്രശസ്ത ശാസ്ത്രജ്ഞനുമായ APJ അബ്ദുൽ കലാം എഴുതിയ വളരെ ഇൻസ്പയറിംഗ് ആയ ഐ വിൽ ഫ്ലൈ എന്ന ലെസണാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ലെസണിലൂടെ ഡോക്ടർ കലാം യുവാക്കളുടെ ശക്തിയും കോൺഫിഡൻസും ഡ്രീംസും ഒക്കെ കുറിച്ച് വളരെ മനോഹരമായി സംസാരിക്കുന്നു. ഫ്യൂച്ചറിനെ പേടിക്കാതെ സ്വന്തം കഴിവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകണം എന്ന വലിയ മെസ്സേജാണ് ഈ പാഠഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈസിയായ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നമുക്ക് തുടങ്ങിയാലോ? വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വെൻ ഐ വിഷ് അപ്പോൺ എ സ്റ്റാർ മേക്സ് നോ ഡിഫറൻസ് ഹൂ ഐ ആം. ഞാനൊരു നക്ഷത്രത്തെ നോക്കി വലിയ സ്വപ്നങ്ങൾ കാണുമ്പോൾ ഞാൻ ആരാണെന്നത് ഒരു പ്രശ്നമല്ല. പാവപ്പെട്ടവനോ സമ്പന്നനോ ആയാലും സ്വപ്നം കാണാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നാണ് അബ്ദുൽ കലാം സാർ പറയുന്നത്. എനിത്തിങ് മൈ ഹാർട്ട് ഡിസയേഴ്സ് വിൽ കം ടു മീ. എൻ്റെ ഹൃദയം ആഗ്രഹിക്കുന്നത് എന്താണോ, എന്ത് കാര്യമാണോ, ഒരു നാൾ അതെനിക്ക് ലഭിക്കും. Dear friends, how the contribution of the youth in the past have continuously contributed to the world of today in many fields. പഴയകാല യുവാക്കളുടെ സംഭാവനകളാണ് ഇന്നത്തെ ലോകത്തിൻ്റെ വളർച്ചയ്ക്ക് പല മേഖലകളിലും സഹായിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. I would like to assert that no youth today needs to fear about the future. ഇന്നത്തെ യുവാക്കൾക്ക് ഭാവിയെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഉറപ്പായി പറയാൻ ആഗ്രഹിക്കുന്നു. വൈ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? The ignited mind of the youth is the most powerful resource on the earth, under the earth and above the earth. യുവാക്കളുടെ ഉണർന്ന മനസ്സാണ് ഭൂമിയിലും ഭൂമിക്കടിയിലും ഭൂമിക്ക് മുകളിലുമുള്ള ഏറ്റവും വലിയ ശക്തി. Dear young friends, I would like to talk to you on the topic I am born with wings. പ്രിയ കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, I am born with wings എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. APJ അബ്ദുൽ കലാമിൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കാനായിട്ടൊരു കുട്ടി എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് അവൻ പറയുകയാണ്, സർ, ഐ ഡോണ്ട് നോ വാട്ട് ഐ ഷുഡ് ആസ്ക്. സാർ, ഞാൻ എന്താണ് ചോദിക്കേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. ഐ ആം നെർവസ്. ഐ ഹാവ് നോട്ട് ആസ്ക്ഡ് എനി ക്വസ്റ്റ്യൻസ് ഇൻ മൈ ക്ലാസ്. ഞാൻ ഭയങ്കര നെർവസാണ്, എനിക്ക് ഭയങ്കര പേടിയാണ് തോന്നുന്നത്. ഞാൻ ക്ലാസ്സിൽ ഒരിക്കലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല. ഐ നീഡ് ടു ഹാവ് കോൺഫിഡൻസ് ബട്ട് ഐ ഹാവ് നോട്ട് ഗെയിൻഡ് എനി കോൺഫിഡൻസ് ത്രൂ മൈ എഡ്യൂക്കേഷൻ ഡ്യൂറിങ് ഓൾ ദീസ് ഇയേഴ്സ്. എനിക്ക് ആത്മവിശ്വാസമാണ് വേണ്ടത്, പക്ഷേ ഇത്രയും വർഷത്തെ എൻ്റെ വിദ്യാഭ്യാസത്തിലൂടെ എനിക്ക് ആത്മവിശ്വാസം ലഭിച്ചിട്ടില്ല. I am afraid to talk to my teachers. I am afraid to talk to my friends. Whenever I talk, I compare myself with other students and their elegant dresses. എനിക്ക് എൻ്റെ ടീച്ചേഴ്സിനോട് സംസാരിക്കാൻ പേടിയാണ്. എൻ്റെ ഒപ്പമുള്ള എൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ പേടിയാണ്. ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ എന്നെ മറ്റൊരു കുട്ടിയായിട്ട് കമ്പയർ ചെയ്യും. എങ്ങനെ കമ്പയർ ചെയ്യുന്നത് വെച്ചാൽ, അവർ ധരിച്ചിരിക്കുന്ന എലഗൻറ്റ് ഡ്രസ്സ്, അവരുടെ വസ്ത്രധാരണമായിട്ട് എൻ്റെ ഡ്രസ്സുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യും. പ്ലീസ് ടെൽ മീ, ഐ വാണ്ട് ടു ബിക്കെയിം എ മറൈൻ എഞ്ചിനീയർ. ഐ വാണ്ട് ടു ട്രാവൽ ഇൻ എ ഷിപ്പ്. ഐ വാണ്ട് ടു ബിക്കെയിം ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. ദയവായി എന്നോട് പറഞ്ഞു തരൂ. എനിക്ക് ഒരു മറൈൻ എഞ്ചിനീയർ ആവണമെന്നാണ് ആഗ്രഹം. എനിക്ക് കപ്പലിൽ യാത്ര ചെയ്യണം എന്നാണ്. എനിക്ക് കപ്പലിൻ്റെ ക്യാപ്റ്റൻ ആവാനും ആഗ്രഹമുണ്ട്. ഐ വാണ്ട് ടു ബിൽഡ് ദ എൻജിൻ ഓഫ് ദ ഷിപ്പ്. എനിക്ക് കപ്പലിൻ്റെ എൻജിൻ നിർമ്മിക്കണം. ഷാൾ ഐ ഏബിൾ ടു ഡു ഓൾ ദിസ് സാർ? എനിക്കിതെല്ലാം ചെയ്യാൻ പറ്റുമോ സാർ? ഹൗ ക്യാൻ ഐ അച്ചീവ് ദിസ് മിഷൻ? വാട്ട് ഷുഡ് ഐ ഡു? ഈ ലക്ഷ്യം എങ്ങനെയാണ് ഞാൻ നേടിയെടുക്കുക? അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വെൻ ദ ബോയ് കംപ്ലീറ്റഡ് ദ ക്വസ്റ്റ്യൻ, ദ എൻറ്റയർ ഓഡിയൻസ് ആൻഡ് ദ ഡിഗ്നിറ്ററീസ് ഓൺ ദ ഡയസ് ഇൻക്ലൂഡിംഗ് ദ ചീഫ് മിനിസ്റ്റർ വർ ലുക്കിംഗ് അറ്റ് മീ. കുട്ടി ചോദ്യം ചോദിച്ചതിന് ശേഷം മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരും APJ അബ്ദുൽ കലാമിനെ നോക്കി. അതായത് എന്നെ നോക്കി എന്ന് പറയുന്നത് APJ അബ്ദുൽ കലാമിനെ നോക്കി. വണ്ടറിങ് വാട്ട് കലാം വാസ് ഗോയിങ് ടു സേ ടു ദ സിൻസിയർ ക്വസ്റ്റ്യൻസ് ഓഫ് എ യങ് വില്ലേജ് ബോയ്. ആ ഗ്രാമത്തിലെ കുട്ടിയുടെ സത്യസന്ധമായ ചോദ്യത്തിന് കലാം സാർ എന്ത് മറുപടി പറയും എന്ന് എല്ലാവരും ആലോചിച്ചു. ഐ തോട്ട് ഓഫ് ഇറ്റ് ആൻഡ് ബ്രേക്കിംഗ് ദ സൈലൻസ് ഐ സെഡ്. ഞാൻ കുറച്ച് നേരം ആലോചിച്ചതിന് ശേഷം, ഞാൻ എന്ന് പറയുന്നത് കലാം സാറ് കുറച്ച് നേരം ആലോചിച്ചതിന് ശേഷം ബ്രേക്ക് ദ സൈലൻസ് എന്ന് പറഞ്ഞാൽ ആ നിശബ്ദത. ഈ കുട്ടി ചോദ്യം ചോദിച്ചപ്പോൾ ഫുള്ള് സൈലൻ്റായി. എന്തായിരിക്കും സാറ് APJ സാറ് ആൻസർ പറയാമെന്ന രീതിയിൽ അവിടെ ഇരുന്ന ചീഫ് മിനിസ്റ്റർ അടക്കം APJ അബ്ദുൽ കലാം സാറിനെ നോക്കി. അപ്പോൾ ആ നിശബ്ദത തകർത്തുകൊണ്ട്, മൈ ഡിയർ ഫ്രണ്ട്, യു ഹാവ് പുട്ട് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ എമംഗ് ദ മെനി ക്വസ്റ്റ്യൻസ് ദാറ്റ് ഐ ഹാവ് റിസീവ്ഡ് ഫ്രം മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് സ്റ്റുഡൻറ്റ്
whom I have met. എൻ്റെ പ്രിയ സുഹൃത്തെ, നീ വളരെ കഠിനമായ ഒരു ചോദ്യമാണ് എന്നോട്, ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ചോദ്യമാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത്. ഞാൻ കണ്ട ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണിത്. ഐ വാല്യൂ യുവർ ക്വസ്റ്റ്യൻ. ഐ നോ യു ആർ എക്കോയിങ് ദ ഫിയർ ഓഫ് മെനി. നിന്റെ ചോദ്യത്തെ ഞാൻ വളരെ വിലമതിക്കുന്നു. നിരവധി ആളുകളുടെ ഭയമാണ് നീ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ലെറ്റ് മീ റിസൈറ്റ് എ ബ്യൂട്ടിഫുൾ ആൻഷ്യൻറ്റ് പോയം നെയ്മഡ് ഐ വിൽ ഫ്ലൈ. ഐ വിൽ ഫ്ലൈ എന്ന മനോഹരമായ കവിത ഞാൻ ചൊല്ലാം. ഐ ആം ബോൺ വിത്ത് പൊട്ടൻഷ്യൽ. ഐ ആം ബോൺ വിത്ത് ഗുഡ്നെസ് ആൻഡ് ട്രസ്റ്റ്. ഞാൻ കഴിവുള്ള ആളായിട്ടാണ് ജനിച്ചത്. ഞാൻ കഴിവുകളോട് കൂടിയാണ് ജനിച്ചിട്ടുള്ളത്. ഐ ആം ബോൺ വിത്ത് ഗുഡ്നെസ് ആൻഡ് ട്രസ്റ്റ്. ഞാൻ നന്മയും വിശ്വാസവും ഉള്ളവനായി ജനിച്ചു. ഐ ആം ബോൺ വിത്ത് ഐഡിയാസ് ആൻഡ് ഡ്രീംസ്. ഞാൻ ആശയങ്ങളോടും സ്വപ്നങ്ങളോടും കൂടി ജനിച്ചു. ഐ ആം ബോൺ വിത്ത് ഗ്രേറ്റ്നെസ്. ഞാൻ മഹത്വത്തിന് ഗ്രേറ്റ് ആയിട്ടാണ് ഞാൻ ജനിച്ചത്. ഐ ആം ബോൺ വിത്ത് കോൺഫിഡൻസ്. ഞാൻ ആത്മവിശ്വാസത്തോടെയാണ് ജനിച്ചിട്ടുള്ളത്. ഐ ആം ബോൺ വിത്ത് വിങ്സ്. വിങ്സ് എന്ന് പറഞ്ഞാൽ ചിറകുകൾ. ഞാൻ ചിറകുകളോട് കൂടിയാണ് ജനിച്ചിട്ടുള്ളത്. സോ ഐ ആം നോട്ട് മെൻറ്റ് ഫോർ ക്രൗളിങ്. അതിനാൽ ഈ ഇഴഞ്ഞു നടക്കാൻ ജനിച്ചവനല്ല ഞാൻ. ഐ ഹാവ് വിങ്സ്. ഐ വിൽ ഫ്ലൈ. എനിക്ക് ചിറകുകളുണ്ട്, ഞാൻ പറക്കും. ഐ വിൽ ഫ്ലൈ ആൻഡ് ഫ്ലൈ. ഞാൻ ഉയരങ്ങളിലേക്ക് പറന്നുകൊണ്ടിരിക്കും. യങ് ഫ്രണ്ട്സ്, ലെറ്റ് മീ ഡിസ്കസ് വിത്ത് യു ഹൗ ക്യാൻ ബി യുണീക്ക്. അപ്പോൾ ആ കുട്ടി ചോദിച്ചതിന് മറുപടിയായിട്ട് കുട്ടിയുടെ ചോദ്യം ഇതായിരുന്നു: ഞാൻ ഇത്രയും കാലം എഡ്യൂക്കേഷൻ പഠിച്ചിട്ടും എനിക്ക് ഒരാളോട് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല. എൻ്റെ ഫ്രണ്ട്സിനോടാവട്ടെ എൻ്റെ ടീച്ചേഴ്സിനോടാവട്ടെ ഞാൻ ആരോടും ഇതുവരെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. എനിക്ക് അതിനുള്ള ധൈര്യമില്ലെന്ന് പറയാണ്. അപ്പോൾ APJ സാറ് അതിന് മറുപടിയായിട്ട് ഐ വിൽ ഫ്ലൈ എന്നുള്ള ഒരു പോയം ചൊല്ലാണ്. അദ്ദേഹം ചോദിക്കുകയാണ്: പ്രിയ യുവാക്കളെ, നിങ്ങളെങ്ങനെ യുണീക്ക് ആക്കാം എന്ന് ഞാൻ പറയാം. നിങ്ങളെങ്ങനെയാണ് യുണീക്ക് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തൻ. ഐ ഹാവ് സോ ഫാർ മെറ്റ് 15 മില്യൺ യൂത്ത് ഇൻ എ ഡീക്കേഡ്സ് ടൈം. കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഞാൻ 15 മില്യൺ യുവാക്കളെ കണ്ടിട്ടുണ്ട്. എവ്രി യൂത്ത് വാണ്ട്സ് ടു ബി യുണീക്ക്, ദാറ്റ് ഈസ് യു. ഓരോ യുവാവും യുണീക്ക് ആകാൻ ആഗ്രഹിക്കുന്നു. അതാണ് യഥാർത്ഥ നിങ്ങൾ. അപ്പോൾ അദ്ദേഹം പറയാണ്, നിങ്ങളെല്ലാവരും യുണീക്ക് ആവാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ബട്ട് ദ വേൾഡ് ഓൾ അറൗണ്ട് യു ഈസ് ഡൂയിങ് ഇറ്റ്സ് ബെസ്റ്റ് ഡേ ആൻഡ് നൈറ്റ് ടു മേക്ക് യു ജസ്റ്റ് എവറിബഡി എൽസ്. പക്ഷേ നിങ്ങളെ മറ്റെല്ലാവരെയും പോലെ ആക്കാനാണ് ഈ ലോകം ശ്രമിക്കുന്നത്. രാവും പകലും ഇല്ലാതെ ഈ ലോകം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ ഒരാളിൽ നിന്ന് വ്യത്യസ്തനാക്കാനല്ല, എല്ലാവരെയും പോലെ ഒരുപോലെ ആക്കാനാണ് ഈ ലോകം ശ്രമിക്കുന്നത്. ഇൻ യുവർ ഹോം ഡിയർ യങ് ഫെല്ലോസ്, യു ആർ ആസ്ക്ഡ് ബൈ യുവർ പാരൻസ് ടു ബി ലൈക്ക് ദ നെയ്ബേഴ്സ് ചിൽഡ്രൻ ഫോർ സ്കോറിംഗ് ഗുഡ് മാർക്സ്. പ്രിയ യുവാക്കളെ, നിങ്ങളുടെ വീട്ടിൽ നല്ല മാർക്ക് നേടുന്ന അയൽവാസികളുടെ കുട്ടികളെ പോലെ ആകണമെന്ന് മാതാപിതാക്കൾ നിങ്ങളോട് പറയുന്നു. വെൻ യു ഗോ ടു സ്കൂൾ യുവർ ടീച്ചർ. അപ്പോൾ കലാം സാറ് പറയുകയാണ്, നിങ്ങളുടെ വീട്ടുകളിൽ നിങ്ങളുടെ പേരൻസ് പറയും അയൽവാസിയായിട്ടുള്ള കുട്ടിയെ പോലെ നല്ല മാർക്ക് നിനക്ക് വാങ്ങിച്ചൂടെ എന്ന് വീട്ടുകാർ നിങ്ങളോട് പറയും. സ്കൂളിൽ നിന്നാവട്ടെ ടീച്ചേഴ്സ് ചോദിക്കും, വൈ ഡോണ്ട് യു ബിക്കെയിം ലൈക്ക് ദ ഫസ്റ്റ് 5 റാങ്കേഴ്സ് ഇൻ ദ ക്ലാസ്. ക്ലാസ്സിലെ ആദ്യ 5 റാങ്ക് നേടുന്ന കുട്ടികളെ പോലെ നീയുമാകൂ എന്ന് അധ്യാപകരും പറയും. Wherever you go, people say you have to be somebody else or everybody else. നിങ്ങൾ എവിടെ പോയാലും ആളുകൾ പറയും നീ മറ്റൊരാളെ പോലെ ആകണമെന്ന്. Now dear young friends, how many of you would like to be unique yourself? ഇപ്പോൾ പറയൂ, നിങ്ങളിൽ എത്ര പേരാണ് സ്വന്തം പ്രത്യേകതയോടെ യുണീക്ക് ആകാൻ ആഗ്രഹിക്കുന്നത്? The challenge, my dear young friends, പ്രിയ സുഹൃത്തുക്കളെ, യഥാർത്ഥ വെല്ലുവിളി എന്തെന്നാൽ is that you have to fight the hardest battle which any human being can never imagine. മനുഷ്യർ ഒരിക്കലും ചിന്തിക്കാവുന്ന ഏറ്റവും കഠിനമായ പോരാട്ടം നിങ്ങൾക്ക് നേരിടേണ്ടി വരും. And never stop fighting until you arrive at your designed place. ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ നിങ്ങൾ പോരാടണം, നിർത്തുകയേ ചെയ്യരുത്. ദാറ്റ് ഈസ് യുണീക്ക് യു. അതാണ് നിങ്ങളുടെ സ്വന്തം പ്രത്യേകത. അങ്ങനെയാണ് നിങ്ങൾ വ്യത്യസ്തനാകുന്നത്, യുണീക്ക് ആവുന്നതെന്നാണ് സാർ പറയുന്നത്. നിങ്ങൾ ഒരിക്കലും അയൽവാസിയായ കുട്ടികളെ പോലെയോ അയൽവാസിയായിട്ടുള്ള നല്ല പഠിക്കുന്ന കുട്ടിയെ പോലെയോ, നമ്മുടെ പേരൻസൊക്കെ പറയാറില്ലേ നീ അവനെ പോലെ ആവ് ഇവനെ പോലെ ആവ്, അതേപോലെ ഒന്നും ആവാതെ നിങ്ങൾ ടീച്ചേഴ്സ് പറയും ഏറ്റവും കൂടുതൽ റാങ്ക് മേടിച്ച ആ കുട്ടിയെ ആയിക്കൂടെ നിനക്ക്, നീ എന്താ ഇങ്ങനെ ആയതെന്ന് ചോദിച്ചാലും നിങ്ങൾ നിങ്ങളായിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. നിങ്ങൾ യുണീക്കായിരിക്കണം എന്നാണ് കലാം സാറ് പറയുന്നത്. ഇന്നത്തെ ലെസൺ നമ്മളെ പഠിപ്പിക്കുന്നത്
APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ഓരോ യുവാവും യുണീക്ക് ആകണമെന്നാണ്. നമ്മൾ മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കാതെ നമ്മുടെ സ്വന്തം കഴിവുകളും സ്വപ്നങ്ങളും കണ്ടെത്തി മുന്നോട്ട് പോകണം. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഏത് വലിയ ലക്ഷ്യവും നേടാൻ കഴിയും. ഭയം ഒഴിവാക്കി സ്വന്തം വഴിയിൽ മുന്നോട്ട് പോകുക, അതാണ് യഥാർത്ഥ വിജയം. ഈ ലെസൺ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. See you in the next video. Thank you for watching.